വിരാട് കോഹ്ലി ഇന്ന് ക്രിക്കറ്റ് ലോകത്ത് ഒരു സങ്കടകരമായ വാർത്തയാണ് നാം എല്ലാം കേട്ടത്. വിരാട് കോഹ്ലി ഇന്ത്യൻ ക്രിക്കറ്റ് ടെസ്റ്റ് ടീമിൽ നിന്ന് റിട്ടയർഡ് ചെയ്യുകയാണ്. പക്ഷേ വിരാട് കോഹ്ലി ഇറങ്ങിപ്പോകുന്ന വെറും കൈ വീശിക്കൊണ്ടല്ല, ലോകത്തെ പല റെക്കോർഡ്സുകളും നേടിക്കൊണ്ട് മാത്രമാണ് ഇറങ്ങുന്നത്. വിരാട് കോഹ്ലി ഓടി ആയിക്കോട്ടെ, ടെസ്റ്റ് ക്രിക്കറ്റ് ആയിക്കോട്ടെ, ഇതിനെല്ലാം തൻ്റെതായ പേര് പതിച്ച ഒരു വ്യക്തിയായിട്ടാണ് വിരാട് കോഹ്ലി ഇറങ്ങുന്നത്. വിരാട് കോഹ്ലി എനിക്ക് ഓർമ്മ വരുന്നത് അണ്ടർ-19 വേൾഡ് കപ്പ് ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിട്ടാണ്. യങ് ചാമ്പ്യൻ ഗായ്. ആ ചെറുപ്പക്കാരനൊന്ന് ആലോചിച്ച് നോക്കിയേ. ഉജ്ജ്വലമായ പ്രകടനവും നല്ല അടിപൊളി എന്നാ ഗ്ലാമറുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ വിരാട് കോഹ്ലിയെ കൂടുതലും കാണുന്ന ഇന്ത്യൻ ആൾക്കാർ ഗ്ലാമർ കൊണ്ടും ഫിറ്റ്നസ്സും കൊണ്ടും ബോൾ അടിച്ച് ദൂരെ കളയുന്നൊരു വ്യക്തി. വെറുതെ അല്ല, സ്വന്തം പേര് ഇന്ത്യയിലും ലോക ക്രിക്കറ്റിൽ തന്നെ പേർ ചേർക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയായിട്ട്. അങ്ങനെ നോക്കുവാണെങ്കിൽ നിരവധി സെഞ്ചുറീസ് വിരാട് കോഹ്ലി നേടിയിരിക്കുന്നു. ഏകദേശം 51 സെഞ്ചുറീസ് മാത്രം ഓടിയിലും 29 ടെസ്റ്റ് സെഞ്ചുറി മാത്രം സ്വന്തമായി വിരാട് കോഹ്ലി നേടിയിരിക്കുന്നു. റൺസ് വേട്ടയാൻ നോക്കേ വേണ്ട, 28,000 റൺസ് മാത്രമാണ് ഇന്റർനാഷണൽ സ്കോർ ചെയ്തിരിക്കുന്ന വിരാട് കോഹ്ലി. അങ്ങനെ ഒത്തിരി. പക്ഷേ വീണ്ടും അതിനിടെ പറയപ്പെടുന്നു ഫാസ്റ്റസ്റ്റ് ബാറ്റ്സ്മാൻ എന്ന് തന്നെ പറയും. സ്കോർ ചെയ്തത് 16,000 ഓടിയിൽ മാത്രം വിരാട് കോഹ്ലി നേടിയിരിക്കുന്നു. പിന്നെ വിരാട് കോഹ്ലിയുടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, വിരാട് കോഹ്ലിയുടെ വൈഫും അതേമാതിരി ഫേമസ് ആയിട്ടുള്ള ആളാണ്, നമുക്കെല്ലാം അറിയാം. അതിനുശേഷവും വീണ്ടും വിരാട് കോഹ്ലി ക്രിക്കറ്റ് ടീമിലേക്ക് വന്നു. അവാർഡ് എന്ന് പറയുന്നത് BCCIയുടെ അവാർഡുകൾ കുറേ ഉണ്ട്. ODI പ്ലെയർ ഓഫ് ദി ഇയർ, ടെസ്റ്റ് പ്ലെയർ ഓഫ് ദി ഇയർ, അങ്ങനെ നിരവധി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓണേഴ്സായ അർജുന അവാർഡ്, പത്മശ്രീ അവാർഡ് എന്നിവയും വിരാട് കോഹ്ലി കരസ്ഥമാക്കിയിരിക്കുന്നു. ഇതെല്ലാം ആ ബാറ്റിന്റെ മാന്ത്രികമായ സ്പർശനത്തിൽ കൂടി മാത്രമാണ്. അതിനുപരി നമുക്ക് വിരാട് കോഹ്ലി കുറേ ആധുനികമായ സേവനങ്ങൾ കുറേ ചെയ്യുന്നുണ്ട്. നമ്മളും അറിയാതെയും കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വിരാട് കോഹ്ലിക്ക് ഇന്റർനാഷണലി അവാർഡ് കിട്ടിയ, അല്ല ഇന്റർനാഷണലി റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി വിറ്റ്സൺ ക്രിക്കറ്റ് ഓഫ് ദി ഇയർ ഇൻ 2018 വിരാട് കോഹ്ലിക്ക് പേരെടുക്കപ്പെട്ടിരിക്കുന്നു. വിറ്റ്സൺ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ക്രിക്കറ്റ് വേൾഡിൽ 3 കോൺസിക്യൂട്ടീവ് ഇയേഴ്സിൽ പുള്ളിയുടെ പേര് ചേർക്കപ്പെട്ടെന്ന് അറിയപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് വിരാട് കോഹ്ലിയുടെ ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത് മികച്ച ലീഡർഷിപ്പാണ്. ആ ഒരു ലീഡർഷിപ്പ് ആൻഡ് ക്യാപ്റ്റൻസി ബോത്ത് ടുഗദർ, അത് വേറൊരു ലെവലിലേക്കാണ് അവൻ ചെയ്ത എല്ലാ കാര്യത്തിലും മികച്ചതായി മാറിയത്. ടെസ്റ്റിലേക്ക് മാത്രം ഒന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുവാണെങ്കിൽ 68 മാച്ചുകളിൽ 27 വിൻ ചെയ്തിരിക്കുന്നു. മറ്റ് സീരീസിലൊക്കെ വേറെ. ഓസ്ട്രേലിയ ആയിട്ടുള്ള കുറേ വർഷത്തിന് ശേഷം ബ്രേക്ക് ത്രൂ ചെയ്തു. ഓസ്ട്രേലിയൻ സീരീസ് ഇന്ത്യ നേടിയതും അണ്ടർ വിരാട് കോഹ്ലി ക്യാപ്റ്റൻസിയിലാണ്. ഇപ്പോൾ ആയിക്കോട്ടെ IPL ആണ് മികച്ച പ്രകടനം. IPL മികച്ച സ്കോറുകൾ ഗെയിൽ കഴിഞ്ഞാൽ നമുക്കുള്ള വിരാട് കോഹ്ലിയാണ്. അങ്ങനെ വിരാട് കോഹ്ലിയാണ് നമുക്കിപ്പം ഇന്ത്യൻ ടീമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഒരിക്കലും ഇന്ത്യയിൽ നിന്ന് നഷ്ടപ്പെടുകയല്ല ചെയ്യുന്നത്, പടിയിറങ്ങി മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ എന്നും സച്ചിനെ പോലെ ധോണി പോലെ നമ്മുടെ കൂട്ടത്തിൽ ഓർമ്മയായി എന്നും നമ്മുടെ കൂടെ നിലനിൽക്കും ഈ കോഹ്ലിമയം തന്നെ പറയാം. ഇനി കോഹ്ലിയെ നമ്മൾ കാണുന്നത് IPL ആയിരിക്കും. അപ്പോൾ IPL വീണ്ടും കോഹ്ലിയുടെ മയം കാണുവാൻ നമ്മൾ കണ്ണോർത്തും കാതോർത്തും നിൽക്കുന്നു. താങ്ക് യു.